വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ. ബിൽ അവതരണത്തെ എതിർത്ത് കെ.സി. വേണുഗോപാൽ. ഭരണഘടനയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും എതിരായ നീക്കമാണ് ഈ ബില്ലെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വിശദാംശങ്ങൾ അനൂപ് ദാസ് നൽകും. അനൂപ് ദാസ്, ഈ ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കെ.സി. വേണുഗോപാൽ പറയുകയുണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നും എതിർഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്? വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ലിന്റെ അവതരണത്തിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള വഖഫ് നിയമം, അതിൽ 44 പുതിയ ഭേദഗതികൾ മന്ത്രിസഭ 44 ഭേദഗതികളുള്ള ബില്ലാണ് മന്ത്രിസഭ പാസാക്കി ഇപ്പോൾ ലോക്സഭയിലേക്ക് എത്തുന്നത്. കെ.സി. വേണുഗോപാൽ പറയുന്ന കാര്യം, ഇപ്പോൾ അയോധ്യ ക്ഷേത്രം, അതേപോലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലെല്ലാം ആ ക്ഷേത്ര സമിതിയിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ നിയോഗിക്കുമോ? അങ്ങനെ ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വഖഫ് ബോർഡിൽ മാത്രം ഇങ്ങനെ വരുന്നത്? ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ പോയി, നാളെ നിങ്ങൾ ക്രിസ്ത്യാനികളെയും മറ്റന്നാൾ പാഴ്സികളെയും അത് കഴിഞ്ഞ് ബുദ്ധരെയും ജൈനരെയും എല്ലാം തേടി പോകും എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷത്തു നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളും ഈ ബിൽ അവതരണത്തെ എതിർത്താണ്. ബിൽ അവതരിപ്പിക്കാൻ പോലും അനുവദിക്കരുത് എന്നാണ് സഭാധ്യക്ഷനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭരണപക്ഷത്ത് നിന്ന് ആളുകൾ സംസാരിച്ചിട്ടില്ല. മന്ത്രി കിരൺ റിജിജുവാണ് അല്പസമയത്തിനകം ഈ ബില്ല് അവതരിപ്പിക്കുക. ബില്ല് അവതരണത്തിന് ഒരു കാരണവശാലും അനുമതി നൽകരുത് എന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഥവാ അവതരണത്തിലേക്ക് പോയാൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശരി അനൂപ് ദാസ്.